ജീവിത പാഠങ്ങളിൽ മനുഷ്യ സ്വഭാവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുഖം അഥവാ സന്തോഷം എന്ന സ്വഭാവത്തെയാണ് പറഞ്ഞു കഴിഞ്ഞത്. ഇന്നിപ്പോൾ മനുഷ്യൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്വഭാവമായ ദുഃഖത്തെക്കുറിച്ചാണ് ഇന്നത്തെ വിഷയം. ഭൂമിയിൽ മനുഷ്യൻ പല തരത്തിലുള്ള വേദനകളെ, ദുരിതങ്ങളെ, ക്ലേശങ്ങളെ, ദുഃഖങ്ങളെ അനുഭവിക്കുന്നു. ജനനം മുതൽ മരണം വരെ ഇടതടവില്ലാതെ മനുഷ്യന്റെ കൂടെയുള്ള ഒരു സ്വഭാവമാണ് ദുഃഖം. സുഖത്തിൻ്റെ മറുവശമാണ് ദുഃഖം. ദുഃഖമില്ലാതെ സുഖമോ, സുഖമില്ലാതെ ദുഃഖമോ നിലനിൽക്കില്ല. ദുഃഖങ്ങളെ പൊതുവെ രണ്ടായിട്ട് തിരിക്കാം. ദുഃഖങ്ങളെ പല തരത്തിൽ തിരിച്ചിട്ടുണ്ട് പല പുസ്തകങ്ങളിൽ, ആത്മീയ തലങ്ങളിലുള്ള ദുഃഖത്തെക്കുറിച്ച് ഉൾപ്പെടെ. നമ്മൾ സാധാരണയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സാധാരണഗതിയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ രണ്ടാണ്. ഒന്ന് ശാരീരികമായി അനുഭവിക്കുന്നതും മറ്റൊന്ന് മാനസികമായി അനുഭവിക്കുന്നതും. പ്രത്യേകത, ശാരീരികമായി ദുഃഖം അനുഭവിക്കുമ്പോൾ അത് മനസ്സിനെ ബാധിക്കുന്നു. മാനസികമായി ദുഃഖം അനുഭവിക്കുമ്പോൾ അത് ശരീരത്തിനെ ബാധിക്കുന്നു. അതുകൊണ്ട് ശരീര ദുഃഖങ്ങൾ, മനോദുഃഖങ്ങൾ എന്ന് പറയുന്നത് പോലെ അത് രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നതല്ല. അത് പരസ്പരം എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. സുഖവും ഇതുപോലെ തന്നെയാണ്. ശാരീരികമായിട്ടുള്ള സുഖങ്ങൾ മനസ്സിനെ സുഖപ്പെടുത്തുന്നു. മാനസികമായ സുഖങ്ങൾ ശരീരത്തിന് ആശ്വാസം നൽകുന്നു. സുഖത്തിനേക്കാൾ കാഠിന്യം കൂടിയതാണ് ദുഃഖത്തിന്റെ അവസ്ഥ. അത് പരസ്പര പൂരകങ്ങളാണ്, ശാരീരികവും മാനസികവും. ദാരിദ്ര്യം, മനുഷ്യൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് വാസ്തവത്തിൽ കയ്യും കണക്കുമില്ല. കുറേയൊക്കെ നമുക്ക് പേരുകൾ പറഞ്ഞ് നിർവചിക്കാൻ കഴിയും. അതിലെ ദാരിദ്ര്യം, പട്ടിണി, രോഗങ്ങൾ, ആദികൾ, അംഗവൈകല്യങ്ങൾ, മറ്റ് വ്യക്തികളിൽ നിന്നുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, ചതി, വഞ്ചന, അവഹേളനം, അപമാനം, കടബാധ്യതകൾ, വിവേചനങ്ങൾ, നിരന്തര പരാജയങ്ങൾ, അറിവില്ലായ്മ, ഉത്കണ്ഠ, നിരാശ, പേടിസ്വപ്നങ്ങൾ, അപകടങ്ങൾ, മോഷ്ടിക്കപ്പെടൽ, കൊള്ള, കൊലപാതകം, യുദ്ധം, വെള്ളപ്പൊക്കം, വരൾച്ച, കൊടുങ്കാറ്റ്, അഗ്നിബാധ, ഭൂകമ്പം, ബന്ധുമിത്രാദികളുടെ രോഗങ്ങൾ, മരണം, സ്വന്തം മരണ ചിന്ത. ഇതുവരെ പറഞ്ഞതിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിരന്തരം ഭയപ്പെടുക, അതായത് ഭയം. ഇതൊക്കെ മനുഷ്യൻ അനുഭവിക്കുന്ന, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളാണ്. ഇത്തരം ദുഃഖങ്ങളിലൂടെ കടന്നു പോകാതെ ഒരു മനുഷ്യനും ഭൂമിയിൽ നിന്നും വന്നിട്ട് മടങ്ങിപ്പോകാൻ കഴിയില്ല. ഇതിലെ എല്ലാ ദുഃഖവും എല്ലാവരെയും ഒരുമിച്ച് ബാധിക്കാറില്ല എന്ന് മാത്രം. ഇതിലെ ഒരു ദുഃഖം പോലും അസഹനീയമാണ്. എല്ലാ ദുഃഖങ്ങളും എല്ലാ മനുഷ്യരും എല്ലായ്പ്പോഴും അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളത് ഒരു ഈശ്വര ഇടപെടലാണ്. ഒന്നോ രണ്ടോ ആയിരിക്കും ഒരു തവണ അനുഭവിക്കേണ്ടി വരുന്നത്.
ഏതായാലും നമ്മൾ ഈ പറഞ്ഞ ദുഃഖങ്ങളിലൂടെ ഒന്നോ ഒന്നിൽ കൂടുതലോ ദുഃഖങ്ങളിലൂടെ നിരന്തരം കടന്നു പോകുന്നതാണ് മനുഷ്യ ജീവിതം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭയമാണ്. അതിൽ തന്നെ മരണത്തെക്കുറിച്ചുള്ള ഭയം, മറ്റുള്ള ദുഃഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയും ഭയവും, ഇതെല്ലാം നേരിട്ട് വരുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ദുഃഖം എന്ന വാക്കിനെ നിർവചിക്കാനുള്ളതാണ്. ഈ ദുഃഖത്തിലൂടെ അല്ലാതെ മനുഷ്യന് ഭൂമിയിൽ ജീവിതം പൂർത്തീകരിക്കാൻ ഒരിക്കലും കഴിയാറില്ല, കഴിഞ്ഞിട്ടില്ല, കഴിയുന്ന പ്രശ്നവുമില്ല. ദുഃഖഭൂമിയാണ്, യാതനാഭൂമിയാണ് ഈ ഭൂമി എന്ന് പറയുന്നത് തന്നെ. ഇവിടെ വരുന്നത് തന്നെ ദുഃഖം അനുഭവിച്ചു തീർക്കാനാണ്. ദുഃഖിക്കാൻ വേണ്ടി ഇടവേളകളാണ് സുഖങ്ങൾ. സുഖം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ദുഃഖം മനുഷ്യന്റെ മുഖമുദ്രയാണ്. നമ്മൾ ശ്രമിക്കുന്നത് മുഴുവൻ ജീവിതത്തിൽ ദുഃഖം ഒഴിവാക്കാനാണ്. അങ്ങനെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ പൂർണ്ണമായും ഒഴിഞ്ഞു മാറുന്നതല്ല ദുഃഖം. അത് മനുഷ്യ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഒരാൾക്ക് മാത്രമല്ല, സർവ മനുഷ്യരും മറ്റു ജീവികളും ഇത്തരം ദുഃഖങ്ങളിലൂടെ അല്ലെങ്കിലും മറ്റു ജീവികളും ദുഃഖം അനുഭവിക്കുന്നു. ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് മനുഷ്യനാണ്. അത് ശാരീരികവും അതിനേക്കാൾ മാനസികവും. ഈ ഭൂമിയിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ നമ്മൾ വിവരിച്ച ഏതെങ്കിലും ഒരു ദുഃഖത്തിലൂടെ കടന്നു പോകണമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു മാറാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. എങ്ങോട്ട് എത്ര ഓടി ഒളിച്ചാലും സ്വന്തം ശരീരവും മനസ്സും ചുറ്റുമുള്ള ലോകവും നമ്മോടൊപ്പം ഉള്ളതുവരെ നമ്മൾ ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മൾ ജീവിക്കുന്ന സമൂഹവും നമ്മളോടൊപ്പം ഉള്ളതുവരെ നമ്മൾ ദുഃഖം അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് മൂന്നും ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്നും മടങ്ങിപ്പോവുക എന്നാണ് അർത്ഥം. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സുമാണ് മനുഷ്യന്റെ ജീവിതത്തിന് ഉപയോഗിക്കുന്ന രണ്ട് പ്രധാന ഉപാധികൾ. അത് രണ്ടും പിന്നെ മനുഷ്യ സമൂഹവും ചുറ്റിലുള്ള ജീവിതം, ഇത് മൂന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ഈ ഭൂമിയിൽ നിന്നും മടങ്ങിപ്പോയി എന്നാണ്. ഇത് മൂന്നും ഉള്ളിടത്തോളം കാലം, പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ടും, ശരീരവും മനസ്സും, ഇത് രണ്ടും ഉള്ളിടത്തോളം കാലം നമുക്കൊരിക്കലും ദുഃഖത്തിൽ നിന്നും പൂർണ്ണമായി മോചിതരാകാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കാരണം മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം, വളരെ കുഞ്ഞുനാൾ മുതൽ ദുഃഖത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്, നമ്മൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ, നമ്മൾ പ്രത്യേക രീതിയിൽ ശ്രമിച്ചാൽ, ബുദ്ധിപൂർവം ശ്രമിച്ചാൽ നമുക്കെല്ലാത്തരം ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്. അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല മനുഷ്യന്റെ ദുഃഖം. അത് കർമ്മഫലമാണ്, മുൻജന്മ കർമ്മഫലമാണ്. ഈ ജന്മത്തിലെ കർമ്മങ്ങളുണ്ട്, നമ്മുടെ പരീക്ഷണമുണ്ട്, നമ്മുടെ പരിശീലനങ്ങളുണ്ട്, നമ്മുടെ അനുഭവസിദ്ധിയുണ്ട്. അങ്ങനെ പല പല കാരണങ്ങളാൽ നമ്മൾ ധാരാളം ദുഃഖങ്ങളിലൂടെ കടന്നു പോകണം. അത് നമുക്കെത്ര ബുദ്ധിയുണ്ടെന്നോ, നമുക്കെത്ര പണമുണ്ടെന്നോ, നമുക്ക് എന്തുമാത്രം പാണ്ഡിത്യമുണ്ടെന്നോ എന്നുള്ളതൊന്നും അതിന് വലിയ ഘടകങ്ങളല്ല. ഒരു പക്ഷേ അതൊക്കെ കുറച്ച് സഹായിക്കും എന്നല്ലാതെ നമ്മൾ എങ്ങനെ ഒഴിഞ്ഞു മാറിയാലും, നമ്മൾ എങ്ങനെ വേണ്ട എന്ന് വെച്ചാലും ദുഃഖത്തിലൂടെ കടന്നു പോകാതിരിക്കാൻ ഒരു മനുഷ്യജീവനും കഴിയില്ല. വാസ്തവത്തിൽ മനുഷ്യൻ ഭൂമിയിൽ വരുന്നത് ദുഃഖം എന്തെന്നറിയാനാണ്, സുഖം എന്തെന്നറിയാനല്ല. ഒന്നാമത്, നമ്മുടെ ഓർമ്മയിൽ സുഖം നിലനിൽക്കാറില്ല. നമ്മുടെ ജീവിതത്തിലെ പിന്നോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും ഓർമ്മ വരുന്നത് നമ്മുടെ ദുഃഖങ്ങളാണ്. പ്രായം കൂടുന്ന അനുസരിച്ച് നമ്മുടെ ദുഃഖങ്ങളുടെ നിമിഷങ്ങളാണ് കൂടുതൽ. സുഖം ഒരിക്കലും നിലനിൽക്കുന്ന ഒരു വസ്തുവല്ല. അത് വളരെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകും. ദുഃഖം അങ്ങനെയല്ല, അതെപ്പോഴും ഒരു സ്ഥായിയായ അവസ്ഥയാണ്.
അത് കൂടുതൽ നിലനിൽക്കുകയും നമ്മളെ വിട്ടകലാൻ അത് മടിക്കുകയും ചെയ്യും. ഒരു ദുഃഖത്തിൽ നിന്നും മനുഷ്യൻ യഥാർത്ഥത്തിൽ യാത്ര ചെയ്യുന്നത് മറ്റൊരു ദുഃഖത്തിലേക്കാണ്. ഇതിനിടയിൽ ചെറിയൊരു ആശ്വാസം പോലെ സുഖം നമുക്ക് അനുഭവിക്കാൻ കഴിയുമെങ്കിലും അത് നിലനിൽക്കാറില്ല. കൂടുതൽ നമ്മൾ ദുഃഖത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നതും. ചെറിയൊരു തലവേദന പോലും ദുഃഖമാണ്. ദാഹിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടാൻ താമസിക്കുന്നതും ദുഃഖമാണ്. ദുഃഖം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ദുഃഖത്തിന് ചെറിയ അളവുണ്ട്, ദുഃഖത്തിന് വളരെ വലിയ അളവുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലെടുത്താലും മനുഷ്യൻ ഏറ്റവും അധികം കടന്നു പോകുന്നത് ദുഃഖത്തിലൂടെയാണ്. നമ്മൾ ഭൂമിയിൽ വരുന്നത് ദുഃഖം എന്താണെന്ന് അറിഞ്ഞ് അതിലൂടെ പഠിക്കാനാണ്. നമ്മളെ പഠിപ്പിക്കുന്നത് പോലും പരാജയങ്ങളും ദുഃഖങ്ങളുമാണ്. വിജയം നമ്മളെ പഠിപ്പിക്കാറില്ല, സുഖം നമ്മളെ വലുതായിട്ടൊന്നും പഠിപ്പിക്കാറില്ല. നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നു എങ്കിൽ, നമ്മൾ ഈശ്വരനാമം ജപിക്കുന്നു എങ്കിൽ അത് ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ്. നമ്മൾ പഠിക്കാനായിട്ട് ഭൂമിയിൽ വരുന്നു എങ്കിൽ ആ പഠനത്തിന്റെ ഭാഗവും കൂടെയാണ് ബുദ്ധിമുട്ടുകളും ദുഃഖവും പ്രയാസവും വേദനയും ദുരിതങ്ങളുമൊക്കെ എന്നുകൂടെ അറിയുക. പഠിക്കാനായിട്ട് ഭൂമിയിൽ വരുന്ന ഈ ഭൂമി ഒരു സ്കൂൾ, ഒരു പാഠശാലയായി കണക്കാക്കിയാൽ ഈ പാഠശാലയിലെ പാഠങ്ങളാണ് ദുഃഖങ്ങൾ. വിജയവും വേണമെങ്കിൽ നമുക്ക് പഠിക്കാൻ ഉപയോഗിക്കാം, പക്ഷെ സുഖവും വിജയവും നമ്മൾ പൊതുവെ പഠിക്കാൻ ഉപയോഗിക്കാറില്ല. ആ സമയത്ത് നമ്മൾ സർവ്വതും മറന്ന് സുഖിച്ചുകൊണ്ടിരിക്കുകയാണ്. പകരം ദുഃഖം വരുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നതും നമ്മൾ എന്തെങ്കിലും അറിയുന്നതും പഠിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് ദുഃഖങ്ങൾ നമ്മളെ ദുഃഖിപ്പിക്കാൻ വേണ്ടി മാത്രം വരുന്നതല്ല. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നത് തന്നെ പലതും പഠിച്ച് തിരിച്ചു പോകാനാണ്. അങ്ങനെ പലതും പഠിച്ച് തിരിച്ചു പോകാൻ ഭൂമിയിൽ വരുന്ന നമുക്ക് 24 മണിക്കൂറും സുഖിച്ചുകൊണ്ടിരിക്കാനുള്ള അനുവാദം കിട്ടില്ല. അങ്ങനെ ഇരിക്കാൻ നമുക്ക് പറ്റില്ല. അത് മാറി മാറി വരുമ്പോഴാണ് നമ്മൾ ജീവിതത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതും അതിനെക്കുറിച്ച് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും. അതുകൊണ്ട് ദുഃഖങ്ങൾ നമ്മളെ ദുഃഖിപ്പിക്കാൻ വേണ്ടി മാത്രം മനഃപൂർവ്വം വരുന്നതുമല്ല, നമുക്ക് പഠിക്കാനും ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ചുറ്റുപാടുകളെ കുറിച്ച് മനസ്സിലാക്കാനും മറ്റുള്ള മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അറിയാനും ഒക്കെയാണ് നമ്മൾ വാസ്തവത്തിൽ കൂടുതൽ ദുഃഖങ്ങളിലൂടെയും കടന്നു പോകുന്നത്. പൊതുവെ നമ്മൾക്ക് പറ്റുന്നത്, നമ്മൾ ഒരു ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആ രക്ഷപ്പെട്ട് ആശ്വാസത്തോടെ ഇരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലമായിട്ട് വരുന്നത് മറ്റൊരു ദുഃഖമാണ്. എപ്പോഴും മനുഷ്യൻ സംഭവിക്കുന്നത് ഒരു ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി എത്തിച്ചേരുന്നത് മറ്റൊരു ദുഃഖത്തിലേക്ക്. ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി സമൂഹം നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹം സ്വീകരിക്കുന്ന എല്ലാ മാർഗങ്ങളും ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നു. ഓരോ ദുഃഖവും വരുന്നതിന് മുമ്പും അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ, ഈ സമൂഹത്തിൽ എന്തൊക്കെ മാർഗങ്ങൾ മറ്റുള്ള മനുഷ്യർ പരീക്ഷിക്കുന്നുണ്ടോ, അതെല്ലാം നമ്മൾ അതിനു വേണ്ടിയെല്ലാം പരിശ്രമിക്കുകയും ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും. നമ്മൾ ഭൂമിയിൽ ജനിച്ച് വളർന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ മനസ്സിലാവുന്നത് നമ്മുടെ ദുഃഖത്തിന് കാരണം പ്രധാനമായും ഒന്ന് പണമില്ലായ്മയാണ്. മറ്റുള്ളവർ നമ്മളെ ഭരിക്കുന്നു, അപ്പൊ നമുക്ക് അധികാരമില്ലാത്തത് കൊണ്ടാണ്. മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നില്ല, നമ്മളെ അറിയുന്നില്ല. അങ്ങനെ നമുക്ക് അംഗീകാരമില്ലാത്തത് കൊണ്ടാണ്, നമുക്ക് പ്രശസ്തി ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ നമുക്ക് അധികാരമോ പണമോ അംഗീകാരമോ പ്രശസ്തിയോ അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് നമ്മുടെ ജീവിതത്തിലെ ആദ്യകാലങ്ങളിൽ നമ്മൾ പൊതുവെ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും. അത് മാത്രമല്ല, ഇതിന് അപ്പുറമായിട്ട് നമ്മൾ മദ്യം പലപ്പോഴും പല ആൾക്കാരും ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗമായി ഉപയോഗിക്കും. മയക്കുമരുന്നുകൾ, ലഹരികൾ, അതല്ലാതെയുള്ള ധാരാളം മെത്തേഡുകളുണ്ട്. ഈ സ്പോർട്സ്, ആർട്സ്, ഇതൊക്കെ ഒരു പരിധിവരെ ഇതിനുള്ളതാ. സുഖം കണ്ടെത്തി ദുഃഖം മറക്കാനുള്ളതാണ് നമ്മുടെ സമൂഹത്തിലെ ഏകദേശം എല്ലാ സംവിധാനങ്ങളും. നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം മനുഷ്യന്റെ ദുഃഖം മറന്നിട്ട് അവൻ സുഖത്തിലോട്ട് പോകാനുള്ള മെത്തേഡുകളാണ്. അപ്പൊ ഇതെല്ലാം സമ്പാദിച്ചാൽ, ഇതെല്ലാം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന്
നമ്മൾ വളരെ കുഞ്ഞുനാളിലെ സമൂഹത്തിൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കുന്നു. അതിനു വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നു. സിനിമ അതിനൊരു മെത്തേഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ക്രിക്കറ്റ് അത് വേറൊരു മാർഗമായി ഉപയോഗിക്കുന്നു. യാത്രകൾ, വിനോദയാത്രകൾ, അതെല്ലാം നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്. എപ്പോഴൊക്കെ സൗകര്യം കിട്ടുന്നോ അപ്പോഴെല്ലാം നമ്മൾ സംഘടനകളിൽ ചേർന്ന് സംഘമായി നിൽക്കുന്നതും ഇതിനു വേണ്ടിയാണ്. ആൾക്കൂട്ടത്തിൽ ചേർന്ന് അവരോടൊപ്പം എല്ലാ സന്തോഷങ്ങളിലും പങ്കെടുക്കുന്നതും ദുഃഖത്തിൽ നിന്നും മറക്കാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സമൂഹത്തിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം മനുഷ്യൻ അവന്റെ ഏകാന്തതയിൽ നിന്നും രക്ഷപ്പെടാനും ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാനും സുഖത്തിലോട്ട് പോകാനുമുള്ള മാർഗങ്ങളായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും സംഘടനയിൽ ചേരുന്നത്, അതിൽ പ്രവർത്തിക്കുന്നത്, അതിന്റെ നേതാവായി മാറുന്നത്, ഈ പറഞ്ഞുള്ള സിനിമ നിർമ്മിക്കുന്നത്, സിനിമയിൽ അഭിനയിക്കുന്നത്, സിനിമ കാണുന്നത്, മറ്റെല്ലാ സ്പോർട്സും ആർട്സും സർവ്വതും, ഇവൻ മലകയറ്റം, എവറസ്റ്റ് കൊടുമുടി കയറാൻ പോകുന്നത് പല പല പർപ്പസിലേക്കാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഏകാന്തതയും ദുഃഖവും നമ്മളിൽ നിന്നും വിട്ടകലാനാണ്. ഇതെല്ലാം സമൂഹം നമ്മളെ ഇതൊക്കെ ഇതിലൂടെ കടന്നു പോയാൽ നമുക്ക് ഏകദേശം പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാമെന്നും നമുക്ക് സ്ഥിരമായ സുഖം അനുഭവിക്കാൻ കഴിയുമെന്നും നമ്മളെ പഠിപ്പിക്കുന്ന മെത്തേഡുകളാണ്. ഇപ്പോ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് വിശകലനം ചെയ്താൽ ഒരു കാര്യം മനസ്സിലാവുന്നത്, നമ്മൾ അതിൽ ഏർപ്പെടുമ്പോൾ, പണമുണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മളെ മറക്കുന്നു. പ്രശസ്തനാവുമ്പോൾ, അധികാരം കൈയാളുമ്പോൾ, സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ, സിനിമ കാണുമ്പോൾ, ആർട്സിലും സ്പോർട്സിലും പങ്കെടുക്കുമ്പോൾ, അപ്പോഴെല്ലാം നമ്മളെ സ്വയം മറക്കുന്നു. നമ്മളെ മറക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധം തൽക്കാലം നിൽക്കുന്നു. ഇപ്പോ മുഴുവൻ സമൂഹവും ഈ കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും പിന്നെ മൊബൈൽ ഫോണുകളുടെയും പിന്നാലെ പോകുന്നതും ഇതേ തത്വം തന്നെയാണ്. 24 മണിക്കൂർ ഉറങ്ങുന്ന സമയം പോലും മൊബൈൽ ഉപയോഗിക്കുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. അത് ഇത് തന്നെയാണ്. നമ്മളെ മറക്കുക, നമ്മുടെ ബോധത്തെ മറച്ചു പിടിക്കുക, നമ്മൾ വിസ്മരിക്കുക, നമ്മളെ മറന്നിട്ട് വേറെ ഒന്നിൽ നമ്മൾ ലയിച്ചിരിക്കുക. അപ്പോഴത്തെ ആ സമയം നമ്മളെ മറക്കുന്നത് കൊണ്ട് നമുക്ക് താൽക്കാലികമായ ഒരു സുഖം തോന്നുകയും ദുഃഖങ്ങളിൽ നിന്നും നമ്മൾ വേർപെട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്നു. ഇതെല്ലാം ഈ പറഞ്ഞ മെത്തേഡെല്ലാം സമൂഹത്തിൽ ഉള്ളതാണ്. അത് ഇന്നും തുടങ്ങിയതല്ല. ഈ സമൂഹം എന്ന് ആരംഭിച്ചോ അന്ന് മുതലേ മനുഷ്യൻ ഈ വിഷയത്തിൽ പെട്ടുകിടക്കുകയാണ്. മനുഷ്യന്റെ ഏകാന്ത ദുഃഖവും മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളും ഇത് മനുഷ്യൻ ഭൂമിയിൽ വന്ന ആ അന്നു മുതൽ ഇന്ന് വരെ, അല്ലെങ്കിൽ ഇനി ഏതുവരെ ഉണ്ടാകുമോ അതുവരെ ഉണ്ടാകുന്ന ഒരു കാര്യമായി നമ്മൾ ഇതിനെ മനസ്സിലാക്കുക. ഇത് എന്തിനു പറയുന്നു, ഇത് എന്തിനു നമ്മൾ അറിയണം എന്ന് ചോദിച്ചാൽ ഇതൊരു പൊതു പ്രതിഭാസമാണ്. ഇത് നമ്മുടെ വ്യക്തിപരമായ ഒരു വിഷയമല്ല, നമുക്ക് മാത്രമായി ഉള്ളതല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിനെ ഇങ്ങനെ ഈ മെത്തേഡിലൂടെ നമുക്ക് ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് നമ്മൾ അറിയണം. വാസ്തവത്തിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് താൽക്കാലികമായി ഒട്ടകപ്പക്ഷി അതിന്റെ തല പൂഴി മണലിൽ ഒളിച്ചു വെക്കുന്നത് പോലെ താൽക്കാലികമായി നമുക്ക് രക്ഷപ്പെടാമെന്നല്ലാതെ ആത്യന്തികമായി നമ്മൾ നമ്മുടെ മാനസിക പ്രയാസങ്ങളിൽ നിന്നോ മനോദുഃഖങ്ങളിൽ നിന്നോ വാസ്തവത്തിൽ രക്ഷപ്പെടില്ല. ഇതെല്ലാം വെറും താൽക്കാലികമായ ഒരു ശ്രമങ്ങൾ മാത്രമായി അവശേഷിക്കുന്നു. നമ്മൾ സ്വയം ദുഃഖത്തിനെ വിസ്മരിച്ചിട്ട് മറ്റേതെങ്കിലും ഒരു ബാഹ്യമായ ഒരു കാര്യത്തിൽ മുഴുകി നമ്മുടെ മനോദുഃഖം, ഒന്നാമത് നമുക്കൊരു ശൂന്യതയുണ്ട് നമ്മുടെ മനസ്സിൽ. ആ ശൂന്യതയാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം തന്നെ. ആ ശൂന്യതയും ആ ദുഃഖവും അതിനെ താൽക്കാലികമായി മറക്കാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നത്. അങ്ങനെ ഏർപ്പെടുമ്പോൾ കിട്ടുന്ന ഒരു വിസ്മരണം, ഒരു മറവി, ആ മറവിയിൽ നിന്നാണ് നമുക്ക് ചെറിയൊരു സുഖം തോന്നുന്നത്. ഇങ്ങനെ രണ്ട് ദുഃഖങ്ങൾക്കിടയിൽ നമ്മൾ കൂടെ സുഖം കണ്ടെത്തുന്നു. ഈ സുഖത്തിനൊരു കുഴപ്പമെന്ന് പറയുന്നത് ഇത് നിലനിൽക്കുന്നതല്ല, ഇത് വെറും താൽക്കാലികമാണ്. നമ്മൾ ഏതെങ്കിലും ബാഹ്യ വസ്തുക്കളിൽ ഇതേപോലെ സുഖങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക മാത്രം ചെയ്യുന്നു.
മനുഷ്യന്റെ ആദികാലം മുതൽ എല്ലാ കാലത്തും മനുഷ്യൻ ചെയ്യുന്നത് ഇത് തന്നെയാണ്. യുദ്ധം പോലും അവൻ ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ്. മറ്റ് രാജ്യങ്ങൾ പിടിച്ചടക്കാൻ പോകുന്നതും സ്വയം ദുഃഖം മറക്കാനാണ്, സ്വന്തം പ്രശ്നം മറക്കാനാണ്. അതിനുവേണ്ടി ഇങ്ങനെ എത്രയെങ്കിലും രാജ്യങ്ങളിലൂടെ കടന്നുപോയി ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്ന് യുദ്ധത്തിൽ വെല്ലുവിളിച്ച് നടക്കുന്നതും ഈ വിഷയമാണ്. അതായത് ഈ ലോകത്ത് മനുഷ്യൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടോ അതെല്ലാം ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ ദുഃഖത്തിൽ നിന്നും അവന്റെ ശൂന്യതയിൽ നിന്നും അവനെ രക്ഷപ്പെടാനുള്ള മാർഗമാണ്. നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല എങ്കിലും അതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ വീട്ടിലും ചെയ്യുന്നത്. വീട്ടിനകത്തുള്ള വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതും ഒരു സ്ഥാപനത്തിൽ തമ്മിലടിക്കുന്നതും ഇതെല്ലാം ഒരു യുദ്ധത്തിന്റെ ചെറിയ മോഡലാണ്. ഈ പറയുന്നതെല്ലാം നമ്മൾ ചിന്തിക്കാതെ ചെയ്യുന്നതാണ്, നമ്മൾ കാര്യം മനസ്സിലാക്കാതെ ചെയ്യുന്നതാണ്, വെറുതെ നമ്മൾ പോരാടുന്നതാണ്. അവരവരുടെ ശൂന്യതയെ മറച്ചു പിടിക്കാൻ മറ്റുള്ള ആൾക്കാരോട് വഴക്കുണ്ടാക്കി അങ്ങനെ നമ്മൾ സമയം കളയാൻ ശ്രമിക്കുന്നു. എന്നിട്ട് വാശി ഉണ്ടാകുന്നു, വൈരാഗ്യം ഉണ്ടാകുന്നു, വെല്ലുവിളികൾ നടത്തുന്നു, അതിനെ മറ്റൊരാളിനെ തോൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. നമ്മുടെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ചെലവഴിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഇതെല്ലാം നമ്മുടെ തന്നെ ശൂന്യതയും നമ്മുടെ തന്നെ ദുഃഖത്തിനെയും ഇല്ലാതാക്കാനും മറച്ചു പിടിക്കാനും ഒളിച്ചു പിടിക്കാനുമുള്ള ഒരു പാഴ്ശ്രമങ്ങൾ മാത്രം. നമ്മുടെ ജീവിതത്തിൽ ദുഃഖം അനിവാര്യതയാണ്. ദുഃഖം എന്ന വാക്കുപയോഗിക്കുമ്പോൾ അതിന് പല പല ധാരാളം രൂപങ്ങളുണ്ട്. അത് അനിവാര്യതയാണ്. അതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല. ഓടുമ്പോഴൊക്കെ നമ്മൾ തിരിച്ചു വരേണ്ടി വരുന്നു എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ സിനിമയ്ക്ക് പോകുന്നു. സിനിമ കഴിഞ്ഞ് വീണ്ടും നമ്മൾ പഴയപടി വരുന്നു. മദ്യം കഴിക്കുന്നു, ലഹരി ഉപയോഗിക്കുന്നു, മറ്റേതെങ്കിലും വഴക്കുണ്ടാക്കുന്നു, അടിയുണ്ടാക്കുന്നു. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിലെത്തും. പൂർവാധികം ഭംഗിയോടുകൂടി നമ്മൾ പഴയ അവസ്ഥയിലെത്തും. നമ്മൾ വീണ്ടും ഇറങ്ങി ഓടും മറ്റെന്തെങ്കിലും ഒരു വിഷയം കണ്ടെത്താൻ. മറ്റേതെങ്കിലും ഒരു വിഷയം കണ്ടെത്തി നമ്മളെ മറക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഒടുവിൽ പാഴായി തീരുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ദുഃഖത്തെക്കുറിച്ച് മനസ്സിലാക്കണം. നമ്മളിപ്പോ മനസ്സിലാക്കുന്ന രീതിയിൽ അത് മനസ്സിലാക്കിയിട്ട് പിന്നെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ദുഃഖത്തിന്റെ അളവ് കുറയ്ക്കാം. പക്ഷെ ആ ദുഃഖത്തിന്റെ അളവ് കുറയ്ക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡുകളിലൂടെ അല്ല. വളരെ വലിയ പവർഫുൾ മാനായി കുറേയേറെ ആൾക്കാരെ തോൽപ്പിച്ചിട്ട്, ഈവൻ ഇലക്ഷനിൽ മത്സരിപ്പ് പോലും ഒരു യുദ്ധമാണ്. അതിങ്ങനെ തോൽപ്പിച്ചിട്ട് ഞാനൊരു പവർഫുൾ ഒരു അധികാരിയായി മാറുമ്പോൾ എന്റെ പ്രശ്നങ്ങൾ തീരും എന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഒരു അധികാരിയുടെ പ്രശ്നവും തീർന്നിട്ടില്ല, ഒരു രാജാവിന്റെ പ്രശ്നവും തീർന്നിട്ടില്ല. ലോക ചരിത്രം എടുത്ത് നോക്കിയാൽ രാജാക്കന്മാരെല്ലാം കൊടും ദുഃഖിതരായിട്ടാണ് മരിച്ചു പോയിട്ടുള്ളത്. വളരെ അപൂർവ ആൾക്കാരാണ് സമാധാനം അനുഭവിച്ചിട്ടുള്ളത് തോന്നുന്നു.